ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ബർത്ത്ഡേ പോയിരുന്ന ഐസ്ക്രീം കേൾക്കണുണ്ട്. എൻ്റെ പൊന്നപ്പൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ളൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഡെക്കറേഷനിലാണ്. ഞാൻ ദേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ അധികമൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ളവർ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ കുറേ നേരത്തെ പ്ലാനിങ്ങിന് ശേഷം ഡെക്കറേഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളും മേടിക്കാം, കേക്ക് വാങ്ങിക്കണം. അപ്പൊ ഇപ്പൊ കണ്ട ആളാണ് സാംസൺ ചേട്ടൻ, നമ്മുടെ റൂമിന്റെ തൊട്ടടുത്തുള്ളത്. പൊന്നപ്പൻ ഇപ്പൊ ഫുൾ ടൈം അവിടെ തന്നെയാട്ടാ. അപ്പൊ നമുക്ക് ഒരാളെ കൂടി പിക്ക് ചെയ്യാണ്ടായിരുന്നു, ചേട്ടന്റെ വൈഫ് ചിഞ്ചു. എല്ലാവരോടും ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മള് കുഞ്ഞി പെണ്ണിനെ കൊണ്ടുപോകാൻ. അയ്യോ, എനിക്ക് അവളെ കണ്ടാ കടിച്ചു തിന്നാൻ തോന്നൂട്ടാ. എന്തൊരു സുന്ദരിയാ നോക്കി എന്റെ കുഞ്ഞി പെണ്ണ്. എന്റെ പൊന്നപ്പന എപ്പോഴും ചിണ്ടു കുഞ്ഞിപ്പെണ്ണെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെടക്കാം. അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണുള്ളതുകൊണ്ട് കുറച്ചൊരു ടൈം പാസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ചായ ഒക്കെ കുടിക്കാം, കൊടുത്ത് കുറച്ച് കടിയും. എനിക്കും കുപ്തോനും ഇങ്ങനെ ഊതി കുടിക്കാനായിട്ട് എങ്ങനെ ഇഷ്ടം, ചായ അല്ല കോഫി. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കല്ലുമ്മക്കായ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കല്ലുമ്മക്കായ ഇതിൽ എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല, എനിക്ക് മനസ്സിലായില്ല. അതിനകത്തുള്ള പൊടികൾ അല്ലെ മാവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതല്ലാണ്ട് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ ഒരു സുഖിൻ ഓർഡർ ചെയ്തതും വൻ ഫ്ലോപ്പായിരുന്നു. എന്തായാലും ആ കടികളുടെ ടേസ്റ്റും ചായയുടെ ടേസ്റ്റും അല്ലാണ്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോഴുള്ള ഒരു സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയാണ് നമുക്ക് മെയിൻ ഐറ്റം വാങ്ങിക്കാനുള്ളത്, കേക്ക് ഇടാം. ഇതൊരു അറബിക് ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. അറബിക് സ്വീറ്റ്സ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും കേട്ടോ. എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ സ്വീറ്റ്സ് ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ കാര്യമൊന്നുമില്ല, കുറച്ച് ദിവസത്തേക്ക് മാത്രം. എന്തായാലും ഞാൻ ചെറിയ രീതിയിലുള്ള ഡയറ്റൊക്കെ എടുത്ത് ചെറിയ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉടനെ തന്നെ അതിൽ ഇരട്ടിയായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ആണ്. പക്ഷെ ഈ ചോക്ലേറ്റ് കേക്ക് നമ്മൾ ഉദ്ദേശിച്ച അത്ര അഫോർഡബിൾ ആയ രീതിയിലൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ വാങ്ങിച്ച കേക്കിന്റെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടാ. കാരണം ചെക്കൻ ഇത്തിരി അടിച്ചില്ലായിരുന്നു. അപ്പോൾ റൂമിലെത്തി ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ നെക്സ്റ്റ് കാണിക്കാം.